രോഹിണി എന്നുള്ള പേര് ഇതുവരെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് സത്യമാണ്. ഞാൻ ഈ ഉപ്പുമുളകിൽ കനകം എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയ ശേഷം എല്ലാവർക്കും കനകമാണ്. കനകം ചേച്ചി, കനകം ആൻറ്റി, കനകം അങ്ങനെ. എനിക്കൊന്ന് കനകം എന്നുള്ളൊരു ക്യാരക്ടർ വരുന്നത് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പാണ്. കറക്റ്റ്. അത് 2-3 എപ്പിസോഡ് വന്നിട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നൊരു ഭയങ്കര വരവായിരുന്നു അല്ലേ? എങ്ങനെയാണ് തിരിച്ച് രണ്ടാമതും ഒരു കോൾ വരുന്നത് എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് ആദ്യം ഒരു 7 years ബാക്ക് തന്നെയാണ്, 2017 കനകം എന്നുള്ളൊരു ക്യാരക്ടർ വന്നു, തിരിച്ചു പോയി. പക്ഷേ ഈ കനകം എന്നുള്ള ക്യാരക്ടറിന് ഒത്തിരി നാൾ കുറേ എപ്പിസോഡ്സിൽ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ എവ്രിബഡി നോസ് മീ ആസ് കനകം. പക്ഷേ എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ തമിഴ് ലേഡിയാണ്, ചെന്നൈയിൽ നിന്നാണ് എന്നുള്ളത്, മധുരയിൽ തന്നെയാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലം ഞാനത് എവിടെയും റിവീലേ ചെയ്തില്ല. സോ എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ചാനൽ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും വന്ന് ചെയ്തു. അഗൈൻ ഇപ്പോൾ വീണ്ടും സീസൺ 3 ചാനൽ വിളിച്ചു, അങ്ങനെ വന്ന് ചെയ്യുന്നു. ആദ്യം ഇതിലേക്ക് കോൾ വരുന്നത് എങ്ങനെയാണ്? ചേച്ചീനെ പരിചയത്തിൻ്റെ പുറത്താണ്, അത് ആക്ടിങ് ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് വിളിച്ചതാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്ങിൻ്റെ ABCD അറിയാത്ത ഒരാളാണ്. എസ്പെഷ്യലി ഈ കനകം എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. ഞാനും എൻ്റെ മോനും ഒരു റിയാലിറ്റി ഷോ, അന്ന് മോന് 2 വയസ്സേ ഉള്ളൂ, ഇന്ന് അവൻ 7th സ്റ്റാൻഡേർഡ് ബോയ് ആയി. അപ്പം ആ സമയത്ത് റിയാലിറ്റി ഷോയിലൂടെ വന്നു. അങ്ങനെയാണ് നമുക്ക് അവിടുന്ന് ഇങ്ങനെ ചെറിയ സ്കിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അഭിനയിക്കാൻ പറ്റും എന്നവരൊക്കെ കോൺഫിഡൻസ് തന്നപ്പം അതിന് ചെയ്തു. സോ അവിടുത്തെ ക്രൂവിലുള്ള രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അവർ ഫ്ലവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പ്രോമോ, വീട്ടമ്മയുടെ പ്രോമോ ഞാൻ ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ലൈക്ക് ആഡ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം കേശുവിൻ്റെ അമ്മയായിട്ട് നമ്മുടെ തേൻ വരിക്ക എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ഉണ്ട്. ആ സമയത്ത് ആശിഷ് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ എന്നെ വിളിച്ചു, ഇങ്ങനെ ചെയ്യുമോ ചോദിച്ചപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ആശിഷേ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചപ്പോൾ കേശുവിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു. കേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നും ഇന്നും. ഞാൻ ഇൻഫാക്ട് ലവിനെക്കാട്ടിലും അവനോട് എനിക്കൊരു റെസ്പെക്റ്റാണ് അന്നും ഇന്നും എന്നും കേട്ടോ. അത് ഇപ്പോൾ വളരെ കൂടുതലാണ്. സോ ആ റെസ്പെക്റ്റ്, ആ സ്നേഹം എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെ ഒന്ന് കാണാമല്ലോ, ഒരു ട്രയൽ നോക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഷോർട്ട് മൂവി തേൻ വരിക്ക ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. സോ ബട്ട് ഇറ്റ് വെൻറ്റ് ഓൺ വെൽ. അത് ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ബീന ചേച്ചി, കേശുവിൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇങ്ങനെ തമിഴ് അറിയോ? എന്നെ എനിക്കറിയാം, പാലക്കാടാണ്. എന്നാലേ ഒരു കാര്യം ചെയ്യുമോ, നാളെ ഒന്ന് ലൊക്കേഷൻ വരെ വരുമോ, ഞങ്ങളിങ്ങനെ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറ്റുമോ എന്നുള്ളതിൽ ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ഒരു മനസ്സെങ്ങനെയായിരുന്നു വെച്ചാൽ, റോഹൻസ് നമുക്ക് 2 ആൾക്കും കൂടെ പോവാം, ഓക്കെ, കേശു, ശിവാനി, മുടിയൻ ചേട്ടൻ എല്ലാവരെയും കാണാമല്ലോ, ഇൻഫാക്ട് പാലു ചേട്ടൻ, നീലു ചേച്ചി എല്ലാവരെയും കാണാമല്ലോ, ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം, പോവാം, ഒരു ട്രിപ്പ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ പോയത്. അപ്പോൾ സാറ്, ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. സാറ് പറഞ്ഞു, തമിഴ് അറിയാമോ ചോദിച്ചു. ആ കൊഞ്ചം കൊഞ്ചം തെരിയും. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയണ തമിഴൊക്കെ പറഞ്ഞു. ഈ തമിഴ് പറ്റില്ല, ചെന്നൈ തമിഴ് അറിയോ ചോദിച്ചു. ആ ഒന്ന് പറഞ്ഞേ. ഞാൻ എന്ത് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം പറ്റണ പോലെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ ഷൂട്ടിന് വരൂ. ഞാൻ ആകെ വണ്ടർ സ്ട്രക്കായി. മീൻസ് നമുക്ക് ഇവരെയൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ, ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയതാണ്. കറക്റ്റ്, ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാണാൻ വേണ്ടി പോയി. ബട്ട് അങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി വന്നത്. അന്ന് നമ്മൾ ധാവണിയൊക്കെ എടുത്ത കനകമായിരുന്നു. സോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ധാവണി സ്റ്റിച്ച് ചെയ്യുന്നു, പിറ്റേ ദിവസം നമ്മൾ ഷൂട്ടിന് പോകുന്നു, അവിടെ പോകുന്നു, മുട്ടുപറിക്കുന്നു. എത്ര ടേക്ക് പോയി ഫസ്റ്റ് ഡേ? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് വലിയ ടേക്സ് അങ്ങനെയല്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഡയറക്ടർ സാറും ബാലു ചേട്ടനുമാണ്. ഓക്കെ, കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ കാല് വിറയ്ക്കുന്നത് ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഉപ്പുമുളക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ലൈവാണ്, സിങ് സൗണ്ടാണ്, നമ്മുടെ ഓരോ ആക്ഷൻസും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ടേ അടുത്ത ആൾ പറയാൻ പാടുള്ളൂ. യു ഷുഡ് നോ ദാറ്റ് ക്യൂ വാട്ട്, ഒരാൾ എന്താ പറയുന്നത്, അതിന് എന്ത് ഇമോഷൻ, നമുക്കതൊന്നും അറിയാതെ ബ്ലാങ്കായിട്ട് നിൽക്കുമ്പോൾ ഡയറക്ടർ സാറ് വളരെ നന്നായിട്ട്, ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞുതരും, ഇന്നതാണ്
കനകം എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു പറഞ്ഞു തരുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുന്നു. പിന്നെ ബാലുചേട്ടനും കനകം ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഇങ്ങനെയാണ് നിൽക്കണ്ടേ, ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു പേസിലാണ് കനകം എന്നുള്ള ക്യാരക്ടർ പോയത്. അതിന് ശേഷം സിനിമ വരെ അഭിനയിച്ചു എന്നുള്ളതാ. ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയ നമ്മുടെ വാഴ സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നു? ഈ ഉപ്പുമുളകും ത്രൂ ആണോ വന്നത്? അത് ശരിക്കും പറഞ്ഞൊരു ഭാഗ്യമാണ്. വാഴ എസ്പെഷ്യലി ചെയ്തത് ആക്ച്വലി ആ റോള് വേറെ ആരോ ചെയ്യാൻ ഉണ്ടായിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എന്തോ കാരണം കൊണ്ട് അത് മിസ്സായി. അപ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തലേദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭാസ്കർ അരവിന്ദ് എന്ന് പറഞ്ഞിട്ട്. ഭാസ്കറിൻ്റെ ഫ്രണ്ടാണ് ആ ക്രൂവിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ചേച്ചി നാളെ ഒന്ന് ഷൂട്ടിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയതാ. പക്ഷെ പോകുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ പോവുകയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോമോൻ്റെ ഉമ്മയാണ്, നോബി ചേട്ടൻ്റെ വൈഫാണ്. കൂടുതലൊന്നും നമ്മൾ അറിയണ്ടല്ലോ. പിന്നെ വിപിൻദ സാറിൻ്റെ മൂവിയിൽ ഒരു ചാൻസ് കിട്ടുക, ഒരു പാസിങ് റോൾ ആണെങ്കിലും പോയി നിൽക്കാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒന്നും ആലോചിച്ചില്ല, നേരെ പോയി വർക്ക് ചെയ്തു. ബട്ട് താങ്ക് ഗോഡ് ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എസ്പെഷ്യലി ആ ഡയലോഗ് ഹിറ്റായപ്പം അത് ഡിസ്നിയുടെ ആഡിൽ വരെ വന്നപ്പം ഇതിനീതെ വലിയൊരു എന്താ പറയുക, ലോട്ടറി കിട്ടാനില്ലല്ലോ. അതെ, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം സീസൺ 3 പൊക്കോണ്ടിരിക്കുന്നത്. സീസൺ 3 ചില ഇൻസിഡൻ്റ് ഒക്കെ അതിലുണ്ടായി, എല്ലാം ന്യൂസസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അവിടുന്ന് എല്ലാവരും പറഞ്ഞു ഇനി ഉപ്പുമുളകും ഉണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിങ്ങൾ വരുന്നത് രണ്ടാമത്. പക്ഷെ ഇപ്പം മില്യൺസാണ് വ്യൂവേഴ്സ്. അപ്പം ഈ വ്യൂവേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഉപ്പുമുളകും എന്നുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ 9 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബ്രാൻഡ് ഇന്നും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അവസരം കിട്ടുക, നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. പിന്നെ ആ പ്രോഗ്രാമിനോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. എത്ര വില കൊടുത്താണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും ആ പ്രോഗ്രാം മുന്നോട്ട് പോകണമെന്നേ അന്നും ഇന്നും എന്നും ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കൊരു ബ്രാൻഡാണ് ഉപ്പുമുളക്. നമ്മൾ വർക്ക് ചെയ്തോ ചെയ്തില്ലോ, പക്ഷെ നമ്മൾ ഒരു എപ്പിസോഡ് അതിൽ ചെയ്തിട്ടുണ്ട്, ആ പ്രോഗ്രാം റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആസ് എ വി ആർ വർക്കിംഗ്. ഞാൻ അന്നും ഇന്നും അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സീസൺ 3 ഇങ്ങനെ കനകം വരാൻ പറ്റുമോ ചോദിച്ചു. ഇപ്പം ഞങ്ങൾ കൊച്ചിയിൽ തന്നെയാണ് താമസിക്കണം. ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിളി വന്നു, ഡെഫിനറ്റ്ലി വി ആർ റെഡി ടു വർക്ക്. അത് ഇപ്പം നല്ല മില്യൺസ് ഓഫ് വ്യൂസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ എപ്പിസോഡ് ഒന്ന് കാണും. ഓക്കെ, എത്ര പേര് കണ്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ കമൻസ്. ഞാൻ ഇരുന്ന് എല്ലാ കമൻസും ഞാൻ വായിക്കും, എന്നിട്ടേ കിടന്നുറങ്ങുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.